ഹായ് കൂട്ടുകാരെ, കേട്ടറ്റ് എക്സാമിനേഷന് എന്നോടൊപ്പം പഠിച്ചാലോ? അപ്പോൾ നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ചോദ്യങ്ങൾ ഓരോന്നായി ഇതാ ഉത്തരവും. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആര്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ദേശീയ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885. കേരള സംസ്ഥാനം രൂപീകൃതമായത് എന്ന്? 1956 നവംബർ 1. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? കടുവ. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? മയിൽ. കേരള സംസ്ഥാനത്തിന്റെ മൃഗം ഏതാണ്? ആന. കേരള സംസ്ഥാനത്തിന്റെ പക്ഷി ഏതാണ്? മലമുഴക്കി, വേഴാമ്പൽ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രം. ഭൂമധ്യരേഖയുടെ അക്ഷാംശം 0 ഡിഗ്രി. ഭൂമിയുടെ ഉപഗ്രഹം ഏത്? ചന്ദ്രൻ. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണ്? ബുധൻ. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമന. ആരാണ് രചിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗീതമോ? വന്ദേ മാതരം. ഇന്ത്യൻ പാർലമെന്റിന്റെ താഴത്തെ സഭ? ലോകസഭ. ഇന്ത്യൻ പാർലമെന്റിന്റെ മുകളിലത്തെ സഭ? രാജ്യസഭ. പഞ്ചായത്തി രാജ് ആദ്യമായി നടപ്പാക്കിയ സംസ്ഥാനം? രാജസ്ഥാൻ. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരാണ്? പിങ്കാളി വെങ്കയ്യ. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമാണ്? ലാൽ ബഹാദൂർ ശാസ്ത്രി. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1930. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏതാണ്? 1942. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? 1919. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല ഏതാണ്? എറണാകുളം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല വിസ്തീർണത്തിൽ ഏതാണിപ്പോൾ? പാലക്കാട്. കേരളത്തിലെ ഏറ്റവും ചെറുതോ? ആലപ്പുഴ. കേരളത്തിലെ ഔദ്യോഗിക ഭാഷ ഏതാണ്? മലയാളം. കേരളത്തിലെ നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 140. ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ എണ്ണം 28. ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8 ആണ്. ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായി മാറിയതിനു ശേഷമാണ് സംസ്ഥാനങ്ങളുടെ എണ്ണം 28 ആയത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ എത്ര എണ്ണമുണ്ട്? 6 എണ്ണം. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകളുണ്ട്? 12 എണ്ണം. ഭൂമിയുടെ ഏറ്റവും പുറംപാളി എന്തു പേരിൽ അറിയപ്പെടുന്നു? ക്രസ്റ്റ് എന്ന് അറിയപ്പെടുന്നു. ഏറ്റവും ചൂടുള്ള മരുഭൂമി ഏതാണ് ഭൂമിയിലെ? സഹാറ. ഉയർന്ന പർവ്വതനിരയോ? ഹിമാലയം. ഇന്ത്യയിലെ നീളം കൂടിയ നദി ഏതാണ്? ഗംഗ. കേരളത്തിന്റെ നെല്ലറ? കുട്ടനാട്. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്നത് ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഇരവികുളം. കേരളത്തിന്റെ സംസ്ഥാന പുഷ്പം കണിക്കൊന്ന. കേരളത്തിന്റെ സംസ്ഥാന വൃക്ഷം തെങ്ങ്. കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം കരിമീൻ. സംസ്ഥാന ശലഭം ബഡ് മോർമൺ. BUDMORMON. സംസ്ഥാന ഫലം ചക്ക. ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകൾ ഏതു ഭാഗത്തിലാണ് കിടക്കുന്നത്? ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എത്ര ആശയങ്ങളാണ് പ്രധാനമായും പരാമർശിക്കുന്നത്? 4 എണ്ണം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട. വേമ്പനാട് ഏതു വിഭാഗത്തിൽ പെടുന്നു? കായൽ. ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? താമര. ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ്? മാമ്പഴം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യവിള? റബ്ബർ. ഇന്ത്യക്ക് സുഗന്ധവ്യഞ്ജനത്തോട്ടം ഉണ്ട്. അതേത് സംസ്ഥാനമാണ്? കേരളമാണ്. ഇതിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ജനസംഖ്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും ചെറുത് ഗോവയാണ്. ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചത് 1949 നവംബർ 26 ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രത്തിന് 24 ആരക്കാലുകളാണ് ഉള്ളത്. പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? 73-ാം ഭേദഗതി. നഗര സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഭേദഗതിയോ? 74-ാം ഭേദഗതി.
കേരള സംസ്ഥാന തീരദേശ ദൈർഘ്യം എത്ര കിലോമീറ്ററാണ്? 580 കിലോമീറ്ററാണ്. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹ്രിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായലാണ്. ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാറും ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കിയുമാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എവിടെയാണ്? തൃശ്ശൂര്. കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമോ? കൊച്ചി. ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനം എവിടെയാണ്? മുംബൈ. ഇന്ത്യയുടെ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാണ്? ജയ്പൂർ. ബ്ലൂ സിറ്റിയോ? ജോധ്പൂർ. ഗോൾഡൻ സിറ്റിയോ? ജയ്സാൽമീർ. കേരളത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്ന ജില്ല ഇടുക്കിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായ വർഷം എന്നാണ്? 1993. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. ലോക ജലദിനം എന്നാണ്? മാർച്ച് 22. ലോക വനദിനം മാർച്ച് 21. ദേശീയ വോട്ടർ ദിനം ജനുവരി 25. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഡാഷ് ആണ്, ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ്. കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? ഗംഗാ ഡോൾഫിൻ ആണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയോ? കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച്. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശക കലണ്ടർ. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സ്വീകരിച്ച വർഷം ഏതാണ്? 1950. മൗലികാവകാശങ്ങൾ ഏതു ഭാഗത്താണ് കിടക്കുന്നത്? ഭാഗം 3. ഭരണഘടന ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, മതനിരപേക്ഷ എന്നീ വാക്കുകൾ ചേർത്ത ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു. കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ മന്ത്രി KR ഗൗരിയമ്മ. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതി. കേരള ഹൈക്കോടതി എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? ഇന്ത്യൻ ഭരണഘടന. ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH 44. കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ നിലവിൽ വന്നത് എന്നാണ്? 1861 വന്നത്. ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ജൂലൈ 11. ലോക അധ്യാപക ദിനമോ? ഒക്ടോബർ 5. ദേശീയ വിദ്യാഭ്യാസ ദിനമോ? നവംബർ 11. ഭരണഘടനാ ദിനമോ? നവംബർ 26. ദേശീയ യുവജന ദിനമോ? ജനുവരി 12. ഇന്ത്യയിലെ ആദ്യ ദേശീയോദ്യാനം ഏതാണ്? ജിം കോർബറ്റ് ദേശീയോദ്യാനം. ആദ്യ ദേശീയോദ്യാനം കേരളത്തിലെയോ? ഇരവികുളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് ആണ്. ഹെമിസ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. ഇന്ത്യ ആദ്യ IT പാർക്ക് സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ്. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. ലോക ഭൂദിനം ഏപ്രിൽ 22. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. ലോക വന്യജീവി ദിനം മാർച്ച് 3. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ആരാണ്? ഉദയ് കുമാർ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം നിലവിൽ വന്ന വർഷം 2010. കേരളത്തിലെ വലിയ തുറമുഖം ഏതാണ്? കൊച്ചി. ചരക്കുകളെ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം എവിടെയാണ്? ദീൻദയാൽ. ഖണ്ഡിലയിലെ ദീൻദയാൽ. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പ്രധാന നഗരം, അതിൽ ഒരെണ്ണത്തിൻ്റെ പേര് ഹാരപ്പ. സിന്ധു നദീതട സംസ്കാരം മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതേത് പേര്? ഹാരപ്പൻ സംസ്കാരം. ഇന്ത്യയിൽ വേദകാല സംസ്കാരം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരേന്ത്യയിൽ. ബുദ്ധമത സ്ഥാപകനാരാണ്? ഗൗതമ ബുദ്ധൻ. മത സ്ഥാപകരിൽ 24ാമത്തെ തീർത്ഥങ്കരൻ ആരാണ്? മഹാവീരൻ. മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. അശോകൻ ഏത് യുദ്ധ ശേഷമാണ് ബുദ്ധമതം സ്വീകരിച്ചത്? കലിംഗ യുദ്ധം. ഗുപ്തകാലഘട്ടം അറിയപ്പെടുന്നത് ഇന്ത്യയുടെ സുവർണകാലം. കേരളത്തിലെ ആദ്യ രാജവംശങ്ങളിലൊന്ന് ചേര രാജവംശം. ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ പോർച്ചുഗീസുകാർ. ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്പുകാർ പോർച്ചുഗീസുകാർ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം എന്നാണ്? 1600. പ്ലാസി യുദ്ധം നടന്നത് 1757. ഒന്നാം സ്വാതന്ത്ര്യസമരം നടന്നത് 1857. പ്ലാസി യുദ്ധം 1757, ഒന്നാം സ്വാതന്ത്ര്യസമരം 1857. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആരാണ്? A.O. ഹ്യൂം. ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ്? 1915 ആണ്.
ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ഏതു സ്ഥലത്ത് വെച്ചാണ്? അമൃത്സർ. കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1924. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് എന്നാണ്? 1931. കേരളത്തിൻ്റെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരം. ഭൂമിയുടെ ആകൃതി എന്താണ്? ജിയോയിഡ്. ഭൂമിയുടെ ഭ്രമണത്തിനെടുക്കുന്ന സമയം എത്രയാണ്? 24 മണിക്കൂർ. ഭൂമിയുടെ പരിക്രമണത്തിനോ 365 ദിവസം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? നൈട്രജൻ. ഋതുക്കൾ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചെരിവും. അന്തരീക്ഷമർദ്ദം അളക്കുന്നത് എന്താണ്? ബാരോമീറ്റർ. മഴ അളക്കുന്ന ഉപകരണമോ? റെയിൻ ഗേജ്. താപനില അളക്കുന്ന ഉപകരണമോ? തെർമോമീറ്റർ. എന്താണ് ജനാധിപത്യ രാജ്യത്തിൻ്റെ അടിസ്ഥാനം? ജനങ്ങളുടെ പങ്കാളിത്തം. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷം. ലോകസഭയുടെ കാലാവധി 5 വർഷം. രാജ്യസഭയുടെ കാലാവധി 6 വർഷം. ഇന്ത്യയിലെ പൗരന്മാരുടെ കുറഞ്ഞ പ്രായം, വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 18 വയസ്സ്. ഇന്ത്യയിലെ പരമോന്നത നിയമം ഭരണഘടനയാണ്. നിയമം നിർമ്മിക്കുന്ന അധികാരം ആരുടേതാണ്? നിയമനിർമ്മാണ സഭയുടേതാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് RBI. ഇന്ത്യയുടെ ആദ്യ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951. ദേശീയ വരുമാനം കണക്കാക്കുന്നത് ആരാണ്? NSO. ദാരിദ്ര്യരേഖയുമായി ബന്ധപ്പെട്ടത് വരുമാനത്തിൻ്റെ നിലവാരം. ഇനി കുറച്ച് പെഡഗോജി. പഠിതാവിനെ കേന്ദ്രമാക്കി നടത്തുന്ന പഠന രീതി ശിശു കേന്ദ്രീകൃത സമീപനം, ലേണർ സെൻറ്റേർഡ് അപ്രോച്ച്. കുട്ടികൾക്ക് ചരിത്ര സംഭവങ്ങൾ മനസ്സിലാക്കാൻ ഏറ്റവും സഹായിക്കുന്ന ഉപാധി സമയരേഖ. സാമൂഹ്യശാസ്ത്രത്തിലെ ഏറ്റവും ഫലപ്രദമായ പഠനരീതി പ്രവർത്തനാധിഷ്ഠിത പഠനരീതി. കുട്ടിയുടെ മുൻപരിചയം പരിഗണിക്കുന്ന പഠനരീതി കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച്. കൺസ്ട്രക്റ്റിവിസം അനുസരിച്ച് കുട്ടി അറിവ് നേടുന്നത് എങ്ങനെ? സ്വന്തം അനുഭവങ്ങളിലൂടെ അറിവ് നിർമ്മിക്കുന്നു. സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിൽ ചർച്ചാരീതി വളർത്തുന്നത് വിമർശനാത്മക ചിന്ത. പഠനത്തിലെ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്താണ്? പഠനത്തിനിടയിലെ തുടർച്ചയായ വിലയിരുത്തൽ. സമ്മേറ്റീവ് അസസ്മെന്റ് എന്താണ്? പഠനത്തിന്റെ അവസാനം ചെയ്യുന്നത്. പ്രോജക്റ്റ് രീതി അവതരിപ്പിച്ചത് ആരാണ്? വില്യം കിൽപാട്രിക്. ചരിത്ര പഠനത്തിന്റെ പ്രാഥമിക സ്രോതസ് ഏതാണ്? ശിലാലിഖിതങ്ങൾ. ഒരു സെക്കൻഡറി സോഴ്സ് ഉദാഹരണം ചരിത്ര പുസ്തകം. കുട്ടിയുടെ തെറ്റിനെ അധ്യാപകൻ എങ്ങനെ കാണണം? പഠനത്തിനുള്ള അവസരമായി കാണണം. എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തി പഠിപ്പിക്കുന്നത് എന്താണ്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഡിസ്കവറി ലേണിംഗ് ആശയവുമായി ബന്ധപ്പെട്ടത് ആരാണ്? ബ്രൂണർ. കുട്ടികളുടെ ബൗദ്ധിക വികസനം ആരാണ് വികസിപ്പിച്ചെടുത്തത്? ജീൻ പിയാഷെ. ZPD സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ആരാണ് കൊണ്ടുവന്നത്? വൈഗോട്സ്കി. റീഇൻഫോഴ്സ്മെൻറ്റോ സ്കിന്നർ. പഠനത്തിലെ ഏറ്റവും ഉയർന്ന ചിന്താശേഷി എന്താണ്? സൃഷ്ടിക്കൽ. ബ്ലൂംസ് ടാക്സോണമിയിലെ ആദ്യഘട്ടം എന്താണ്? ഓർമ്മിക്കൽ. ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റിൻ്റെ ഉദ്ദേശം എന്താണ്? പഠന ബുദ്ധിമുട്ടുകൾ കണ്ടെത്തുക. റെമഡിയൽ ടീച്ചിങ് എന്തിനാണ്? പഠന വിടവുകൾ പരിഹരിക്കാൻ. SS പഠനത്തിൽ, അതായത് സോഷ്യൽ സ്റ്റഡീസ് പഠനത്തിൽ ഫീൽഡ് വിസിറ്റ് സഹായിക്കുന്നത് എങ്ങനെ? നേരിട്ടുള്ള അനുഭവം നേടാൻ. ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് പ്രധാനമായും വളർത്തുന്നത് പങ്കാളിത്തവും അനുഭവ പഠനവും. സോഷ്യൽ സ്റ്റഡീസ് ഡിബേറ്റ് എന്തിന്? വിമർശനാത്മക ചിന്ത വളർത്താൻ വേണ്ടി. മാപ്പ് സ്കിൽ ആദ്യം പരിചയപ്പെടുത്തേണ്ടതാണല്ലോ. അതിൽ ഏതാണ് പരിചയപ്പെടുത്തേണ്ടത്? ദിശകളും ചിഹ്നങ്ങളും. എന്താണ് ക്രോണോളജി? സംഭവങ്ങളെ കാലക്രമത്തിൽ ക്രമപ്പെടുത്തുന്നതിനെയാണ് ക്രോണോളജി എന്ന് പറയുന്നത്. എന്താണ് പീർ ലേണിംഗ്? സഹപാഠി പഠനം. കുട്ടികൾ പരസ്പരം പഠിക്കുന്നത്. വിദ്യാലയത്തിലെ പ്രവർത്തനങ്ങളുടെ ശേഖരത്തിന് എന്തു പറയും? പോർട്ട്ഫോളിയോ. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് സഹായിക്കുന്നത് എന്തിനെയാണ്? സ്വതന്ത്ര ചിന്തയെയാണ്. ലേണിംഗ് ബൈ ഡൂയിങ് എന്ന ആശയം ആരുടെയാണ്? ജോൺ ഡ്യൂവി. ചൈൽഡ് സെൻറ്റേർഡ് ക്ലാസ്സിൽ അധ്യാപകൻ്റെ റോൾ എന്താണ്? വഴികാട്ടി. കുട്ടികളുടെ വളർച്ചയുടെ വികാസം പഠിക്കുന്ന ശാഖ ഡെവലപ്മെൻ്റൽ സൈക്കോളജി. പിയാഷയുടെ ഭൗതിക വികാസ ഘട്ടങ്ങളുടെ എണ്ണം എത്ര എണ്ണമുണ്ട്? 4 എണ്ണം. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ജനനം മുതൽ 2 വയസ്സ് വരെ, 2 മുതൽ 7 വയസ്സ് വരെ, 7 മുതൽ 11 വയസ്സ് വരെ, 11 വയസ്സിന് ശേഷം. കുട്ടിയുടെ പഠനത്തിൽ സാമൂഹിക ഇടപെടലിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞത് ആരാണ്? വൈഗോട്സ്കി.
മൾട്ടിപ്പിൾ ഇൻ്റലിജൻ്റ് തിയറി അവതരിപ്പിച്ചത് ആരാണ്? ഹോവാർഡ് ഗാർഡ്നർ. പഠനം അനുഭവത്തിലൂടെ നടക്കുന്നു എന്ന് പറഞ്ഞത് ജോൺ ഡിവി. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന കൂടുതൽ ചോദ്യങ്ങൾ കൂടി. സാമൂഹ്യശാസ്ത്ര പഠനത്തിന് പ്രാധാന്യം നൽകുന്ന ദർശനം ഏതാണ്? ഉത്തരം പ്രായോഗികതാവാദം. ക്രമീകൃത പഠനത്തിലെ മാത്തമാറ്റിക്സ് കാര്യക്രമം ആവിഷ്കരിച്ചത് ആരാണ്? ഗിൽബർട്ട് ആണ്. സമൂഹമിതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? JL മോറിനോ. പ്രൊജക്റ്റ് രീതി ഏത് സർവകലാശാലയിലാണ് വികസിപ്പിച്ചത്? കൊളംബിയ. ഡയോരമകൾ ഏത് തരത്തിലുള്ള ബോധന ഉപകരണമാണ്? 3D ഉപകരണം. പിയാഷെയുടെ വൈജ്ഞാനിക വളർച്ചാ മാതൃകയ്ക്ക് എത്ര ഘട്ടങ്ങളുണ്ട്? 4. നേരത്തെ പറഞ്ഞതാണ്. മുൻകൂർ സംഘടന മാതൃകയുടെ ഉപജ്ഞാതാവ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ആരാണ്? ഡേവിഡ് P. അസ്ബൽ. കുട്ടിയുടെ കണ്ണിലൂടെ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും കഴിവുള്ളവനാണ് യഥാർത്ഥ അധ്യാപകൻ എന്ന് പ്രസ്താവിച്ചതാരാണ്? വിവേകാനന്ദൻ. പ്രായോഗികവാദം വിദ്യാഭ്യാസത്തിന് നൽകിയ സംഭാവനയാണ് പ്രോജക്റ്റ് രീതി. ജീവിത കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിൻ്റെ കർത്താവാണ് ഗാന്ധിജി. ശരിയായ തയ്യാറെടുപ്പോടെ പഠനം ആരംഭിക്കുമ്പോഴോ പാഠ്യവസ്തു യഥാവിധി ക്രമീകരിക്കുമ്പോഴോ ആണ് അർത്ഥപൂർണമായ പഠനം നടക്കുന്നതെന്ന് പ്രസ്താവിച്ചതാരാണ്? അസുബൽ. വസ്തുനിഷ്ഠ ചോദ്യങ്ങളിൽ ഏറ്റവും മികച്ചതേതാണ്? ബഹുവികൽപ്പ മാതൃക. ചേഷ്ടാവാദത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് ജോൺ B. വാട്സൺ. ക്രമീകൃത പഠനത്തിലെ രേഖീയ ശൈലി ആവിഷ്കരിച്ചത് സ്കിന്നർ. പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് പരീക്ഷണം നടത്തിയത് നായകളിൽ. സ്കൂളിനെ വിദ്യാഭ്യാസത്തിൻ്റെ തടവറ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? റൂസോ. മാനസിക വളർച്ചയിൽ രൂപാത്മക ഘട്ടം എന്ന പദം ഉപയോഗിച്ചത് ബ്രൂണർ. എമിലി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് റൂസോ. വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകം സ്കീമ ആണെന്ന് അഭിപ്രായപ്പെട്ട വിദ്യാഭ്യാസ ചിന്തകനാണ് പിയാഷെ. ശിശുവിനെ കണ്ടെത്തൽ ഡിസ്കവറി ഓഫ് ദ ചൈൽഡ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് മോണ്ടിസോറി. ബുദ്ധിയെ സംബന്ധിച്ച ബഹുഘടക സിദ്ധാന്തത്തിൻ്റെ ആവിഷ്കർത്താവ് തൊണ്ടേക്ക്. പഠനത്തിൻ്റെ ആത്യന്തിക ഫലം എന്തായിരിക്കണമെന്നാണ് ഗാഗ്നെ അഭിപ്രായപ്പെടുന്നത്? പ്രശ്ന പരിഹരണം. ചോദ്യോത്തര രീതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? സോക്രട്ടീസാണ്. ശാസ്ത്രീയമായ രീതിയിൽ ബുദ്ധി മാപനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ആൽഫ്രഡ് ബിനെ. ബോധന തന്ത്രങ്ങൾ ആദ്യമായി കണ്ടുപിടിച്ചത് സിഡ്നി L. പ്രസി. പ്രതിഭാശാലികളായ കുട്ടികൾക്ക് വേണ്ടി ഇന്ത്യയിൽ ആരംഭിച്ച സ്കൂളാണ് നവോദയ സ്കൂൾ. സ്റ്റേറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സെക്യുലർ ആയിരിക്കണമെന്ന നിർദ്ദേശം വെച്ച രേഖ ഏതാണ്? രാധാകൃഷ്ണ കമ്മീഷൻ. ഭാഷാശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ പ്രസിദ്ധനായതാരാണ്? ചോംസ്കി. പഠനത്തിൻ്റെ പ്രകൃതിയുടെ ക്രമം തന്നെ പാലിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് പഠനത്തിൽ പ്രകൃതിയുടെ ക്രമം തന്നെ പാലിക്കണം എന്നഭിപ്രായപ്പെട്ടത് റൂസോ. നെഗറ്റീവ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചതാരാണ്? റൂസോ. സൈക്കോളജിയിൽ ലബോറട്ടറിയുടെ സ്ഥാപകനാരാണ്? വില്യം വൂണ്ട്. സാമാന്യവൽക്കരണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? തോണ്ടേക്ക്. ബോധന നൈപുണികൾ വികസിപ്പിക്കുന്നതിന് അവലംബിക്കുന്ന ഒരു അധ്യാപക പരിശീലന പരിപാടിയാണ് മൈക്രോ ടീച്ചിങ്. ജസ്റ്റാൾഡ് മനഃശാസ്ത്രം ഏത് രാജ്യത്താണ് ഉടലെടുത്തത്? ജർമ്മനിയിലാണ് ഉടലെടുത്തത്. ഡാൾട്ടൻ രീതി നടപ്പിലാക്കിയത് ആരാണ്? ഹെലൻ പാർസ്റ്റ്. അന്വേഷണ മാതൃകയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഷാമാൻ. ബോധനോദ്ദേശങ്ങൾ രൂപപ്പെടുത്തിയ പ്രസിദ്ധ വിദ്യാഭ്യാസ ചിന്തകൻ ആരാണ്? ബെഞ്ചമിൻ ബ്ലൂം. പാഠാസൂത്രണം തയ്യാറാക്കുവാനുള്ള രീതി ആദ്യമായി ആവിഷ്കരിച്ചത് ആരാണ്? JF ഹെർബർട്ട്. ബിഹേവിയറിസം എന്ന മനഃശാസ്ത്ര ശാഖയുടെ ഉപജ്ഞാതാവ് ആരാണ്? JB വാട്സൺ. അറിവൊരു ഉൽപ്പന്നമല്ല, ഒരു പ്രക്രിയയാണ്. കുട്ടിയെ പഠിക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞതാരാണ്? ബ്രൂണറാണ് അങ്ങനെ പറഞ്ഞത്. വിദ്യാഭ്യാസ രംഗത്ത് ക്രിയാഗവേഷണം എന്ന ആശയം അവതരിപ്പിച്ചതാരാണ്? സ്റ്റീഫൻ M. കോറി. സിനറ്റിക്സ് ബോധന മാതൃക വികസിപ്പിച്ചതാരാണ്? ബിൽ ഗോൾഡൻ. ആത്മസാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ്? എബ്രഹാം മാസ്ലോ. പ്രോഗ്രാംഡ് ലേണിങ്ങിൻ്റെ ഉപജ്ഞാതാവാരാണ്? BF സ്കിന്നർ. NCERT നിലവിൽ വന്ന വർഷം 1961. പരിസ്ഥിതി പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയാണ് ഇൻ്റഗ്രേറ്റഡ് സമീപനം. പട്ടികജാതി പട്ടികവർഗക്കാരുടെയും മറ്റ് പിന്നാക്ക സമുദായക്കാരുടെയും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന ആർട്ടിക്കിൾ 46. കിൻഡർ ഗാർട്ടൻ പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് ഫ്രോബൽ.
മർദ്ദിതരുടെ ബോധനശാസ്ത്രം എന്ന കൃതിയുടെ കർത്താവാണ് പൗലോ ഫ്രയർ. ലോകത്തെ ഏറ്റവും ആദ്യം രൂപം കൊണ്ട ദർശനമാണ് ആദർശവാദം. ക്രിയാഗവേഷണം അവതരിപ്പിച്ചത് സ്റ്റീഫൻ കോറി ആകുന്നു. ഈ ചോദ്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.